രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമേ രാജിവെച്ചു, പിന്നെ എങ്ങനെയാണ് എന്നെ പുറത്താക്കുക എന്നുള്ളതാണ് അവിടുത്തെ റിബൽ സ്ഥാനാർത്ഥിയുടെ ചോദ്യം കോൺഗ്രസ് നേതാക്കളോട്, അല്ലേ? അതെ, ഇത് ഈ ഒരാഴ്ച മുമ്പ് അംസത്ത് ബീവി കൊല്ലം കോർപ്പറേഷനിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നമ്മൾ കവർ ചെയ്തിരുന്നു. അന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥാനമാനങ്ങളും ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന് എന്നോടൊപ്പം നിൽക്കുന്ന ഈ അംസത്ത് ബീവി നമുക്ക് തന്ന ബൈറ്റ് വരെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്, പ്രേക്ഷകരിൽ അത് എത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അംസത്ത് ബീവി തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്, ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, ഞാനിതെല്ലാ സ്ഥാനമാനങ്ങളും ഞാൻ ഒഴിഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഈ കോൺഗ്രസ് എന്നെ ഇതിൽ നിന്ന് പുറത്താക്കുന്നത്? ഇതെന്ത് തമാശയാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ മറ്റു ചില ആക്ഷേപങ്ങളൊക്കെ അവർക്ക് ഉന്നയിക്കാനുമുണ്ട്. അതിനിപ്പോൾ നേരിട്ട് നമ്മുടെ അംസത്ത് ബീവി തന്നെ പറയും. എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെച്ചിട്ടാണ് ഞാൻ പോയി നോമിനേഷൻ കൊടുത്തത്. അതിനുശേഷം വീണ്ടും പറഞ്ഞു പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ വ്യാഴാഴ്ച രാവിലെ ഞാൻ പോയി പേപ്പർ കൊണ്ടു ചെന്ന് പ്രസിഡന്റിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ DCC പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് സാറിൻ്റെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ രാജിക്കത്ത്, ഇനി സാറിന് വല്ലതും വേണോ എന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പാർട്ടിയിൽ നിന്ന് മൊത്തത്തിൽ രാജിവെച്ചിരിക്കുമെന്ന് പറഞ്ഞാണ് കത്ത് കൊടുക്കുമ്പം വൈസ് പ്രസിഡന്റുമാരെ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പയ്യൻ ഒരാൾ നിൽക്കും, അല്ലാതെ 2 പേരും ഉണ്ടായിരുന്നു. ഇത്രയും പേരുടെ മുമ്പിലാണ് ഞാൻ കൊടുത്തിട്ട് വന്നു. പിറ്റേന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നു എന്നെ പുറത്താക്കിയെന്ന്. ഈ രാജിവെക്കുന്ന ആളിനെ പുറത്താക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു നിയമമുണ്ടോ? രാജിവെച്ച് കഴിഞ്ഞാൽ രാജി തന്നെയാണ്. പിന്നെ പുറത്താക്കുന്നത് ജനങ്ങളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് വാരിയിട്ടിരിക്കുക. ഞങ്ങൾക്ക് ഔദ്യോഗികമായി അതിൻ്റെ അറിയിപ്പ് കിട്ടി, അംസത്ത് ബീവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. രാജിക്കത്ത് കൊടുക്കുന്ന ഒരാളിനെ ഇങ്ങനെ പുറത്താക്കും? ഞാൻ സ്വയമേ രാജിവെച്ച് കൊടുത്തേയില്ലേ, എന്നെ ആരും പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് സ്വാർത്ഥ താല്പര്യവും സാമ്പത്തികം മാത്രമാണ് ഇതിൽ ഒന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അവരിറക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞാൻ ഒരിക്കലും താല്പര്യവും ഈ സാമ്പത്തികം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഈ കോൺഗ്രസിലെ നിലവിൽ ബന്ധപ്പെട്ടിട്ടാണ് ഇതുണ്ടായത്. ഇതിപ്പോൾ ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരും ഇത്രയും നാളും ഈ പണിയെടുത്തിട്ട് ഏറ്റവും അവസാനം ഇതെല്ലാം സീറ്റില്ലാതെ അവഗണിക്കുന്നു എന്ന് പലരും പരാതി പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്താണെന്നാണ് ഹംസത്ത് ബീവിക്ക് പറയാനുള്ളത്? ഇത് ഒരു പറ്റം കുറേ നേതാക്കന്മാരുണ്ട്, അവർക്ക് പങ്കുവയ്ക്കലാണ്. എന്ന് വെച്ചാൽ ഈ സാമ്പത്തികവും ഈ സ്വാർത്ഥ താല്പര്യവും, ഇന്ന ആളിനെ തന്നെ വേണം, ഇന്ന ആളിനെ തന്നെ വേണം, എനിക്ക് ഇത്ര സീറ്റ് എന്ന് പങ്കുവയ്ക്കലാണ് അവരുടെ ജോലി. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സീറ്റാണോ ഈ ഉദ്ദേശിക്കുന്നത്? കാശ് കൊടുക്കുക, സീറ്റ് വാങ്ങിക്കുക, ഇത്ര തന്നെ. എൻ്റെ മനസ്സിൽ അറിഞ്ഞിടത്തോളം ഇത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്, അല്ലാതെ പാവങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അങ്ങനെയാണ് എത്രയോ പാവങ്ങൾ ഇവിടെ കിടക്കുന്നു, അവർക്കൊക്കെ സീറ്റ് കൊടുത്തോ? 35 വർഷക്കാലം എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, അവന് കൊടുത്തില്ലല്ലോ സീറ്റ്. ഒരു ഷാജി ഷാവൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. 2000 ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ ഞങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മുസ്ലിം ലീഗിൻ്റെ സീറ്റായിരുന്നു. ആ സീറ്റിൽ മത്സരിക്കാൻ കൂടെ പോകുന്നത് ഞങ്ങളാണ്. അന്നും ആ പയ്യൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എത്ര വർഷമായി? 7 പേരുണ്ടായിരുന്നില്ലേ ലിസ്റ്റിൽ? നമ്മളിവിടെ സ്ഥാനാർത്ഥികളായിട്ട് വന്ന് ഡിവിഷൻ കമ്മിറ്റി അംഗീകരിച്ചത്. എന്നിട്ട് ഒരാൾക്ക് മാത്രം യൂത്ത് കോൺഗ്രസിൻ്റെത് ആ കൊല്ലിൽ കൊടുത്തു. പക്ഷേ നമുക്ക് തരണ്ടായിരുന്നു, ഒന്ന് ചർച്ചയ്ക്കെങ്കിലും വിളിക്കാമായിരുന്നു. ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇന്നതാണ്, നമ്മൾ തീർച്ചയായും കൂടെ നിൽക്കുമല്ലോ. ഈ 7 പേരിൽ 6 പേരെയും വിളിച്ചിട്ട് പറയണേ ഇന്ന സീറ്റ് ഞങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്, നിങ്ങളെല്ലാം കൂടെ നിൽക്കണം. തീർച്ചയായും ഞങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ അന്ന് ഈ വെട്ടാൻ ആരാണ് മുൻകൈ എടുത്തത്? DCCയിൽ പിന്നെ അവിടെ ബിന്ദു കൃഷ്ണ ഉണ്ടായിരുന്നു, ആദിക്കാട് ഗിരീഷ്. ഇവർ കർശനമായി നിന്നിട്ടാണ് ഈ കൊല്ലമുള്ള സീറ്റ് അവർ മേടിച്ചിരിക്കുന്നത്, കർശനമായിട്ട്. എന്നിട്ട് ഞങ്ങളെയൊക്കെ തഴഞ്ഞു, ഇത്രയുണ്ട്. അതിനകത്ത് ഞങ്ങൾ 4 പേര് മാറിക്കൊടുത്തതാണ്, എന്നിട്ട് പോലും നമുക്ക് നന്ദി.